ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇത് ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആൾ CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നുവെന്ന് PR ഏജൻസി കേസിന്റെ ജീവനക്കാരി 24നോട് പറഞ്ഞു. എന്നാൽ തനിക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് സുബ്രഹ്മണ്യം വിശദീകരിക്കുന്നത്. വിവാദത്തിൽ തന്നെ വലിച്ചിഴക്കരുതെന്ന് TK ദേവകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയോടോ തന്റെ മകൻ സുബ്രഹ്മണ്യത്തോടോ ആണ് പ്രതികരണം തേടേണ്ടതെന്നും TK ദേവകുമാർ പ്രതികരിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കൊടുക്കുന്നു. ഹിന്ദു അതിൽ നൽകുന്ന വിശദീകരണത്തോടെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഒരു PR ഏജൻസിയുടെ സാന്നിധ്യം, ഇതുവരെ ആ ഏജൻസി അത് നിഷേധിച്ചിട്ടില്ല, സർക്കാരും ഔദ്യോഗികമായി നിഷേധിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴിതാ ഒരു CPM മുൻ MLAയുടെ മകൻ കൂടി ആ വിവാദത്തിന്റെ ഭാഗമായി വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരുപക്ഷെ ഇനിയും കൂടുതൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരില്ലേ? ആ വഴിക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? വിജയകുമാർ, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉറപ്പായും ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. ഒരു പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാ രാജ്യത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന് അഭിമുഖം നൽകി എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മാത്രമല്ല, മലപ്പുറം വിവാദം ഒതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് ഒരു തരത്തിൽ തിരിഞ്ഞുകൊത്തി എന്ന് വേണം പറയാൻ. ഈ കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ ഇന്നലെ പുറത്തിറക്കിയ അവരുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏജൻസിയെ പ്രതികരിച്ചെത്തിയ ഒരാൾ, അത് ഈ കൈസൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയുടെ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യം ആണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഉയർന്നു കേട്ടത്. ഈ വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്നത് മുൻ ഹരിപ്പാട് MLA, CPMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. അതായത് പ്രശാന്ത് കിഷോറിന്റെ PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ് അദ്ദേഹം ഈ അഭിമുഖം നടന്ന സമയത്ത് അവിടുത്തെ തന്റെ സാന്നിധ്യം നിഷേധിക്കുന്നില്ല. പകരം കെയ്സൺ ഗ്ലോബൽ എന്ന സ്ഥാപനവുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് മുൻ MLAയും സമാനമായ രീതിയിൽ വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇനിയും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് മുഖ്യമന്ത്രി കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയുടെ ഒരു അഭിമുഖം അത് ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ചത്? രണ്ടാമത്, ആരാണ് ശരിക്കും ഈ വിവാദ ഭാഗം അതിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണോ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഏതായാലും രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റ് ആരോപണങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും CPIMും ഒക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. PR ഏജൻസിയുടെ സാന്നിധ്യം, ഈ വിവാദ ഭാഗം എഴുതിക്കൊടുത്തത് PR ഏജൻസി തന്നെയാണോ, അതിലെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകിയേക്കും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഈ മണിക്കൂറിൽ വരികയാണ്. മുഖ്യമന്ത്രി അറിയാതെയാണ് PR ഏജൻസി വിവാദ ഭാഗങ്ങൾ നൽകിയതെങ്കിൽ കേസെടുക്കാൻ തയ്യാറാകുമോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളായി പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് വിവാദ ഭാഗങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത്. PR ഏജൻസിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് എന്നും VD സതീശൻ ചോദിച്ചു. ഹണ്ടയുടെ പ്രസൻസ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ സാന്നിധ്യം ഈ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. അവർ എഴുതി കൊടുത്താണ്, അത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി അവർ എഴുതി കൊടുത്താണ്. ഈ ഏജൻസിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയിലെ നാവിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? തെറ്റാണ്. മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം.
മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയാണ് CPM. അഭിമുഖത്തിന് മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ സഹായം ആവശ്യമില്ലെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ തലയ്ക്കടിക്കണം. ആ തല ഇപ്പോൾ പിണറായി വിജയനാണെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ എങ്ങൾക്കും അറിയാം. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ഇന്നലെ വേറൊരാളായിരുന്നു, നാളെ വേറൊരാളാവും. ആരാണോ തല, ആ തലയെ അടിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM-നെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും, പറഞ്ഞു തന്നെ പോവും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് LDF സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ്, പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിണറായി വിജയൻ PR വിജയനായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഏജൻസിക്ക് പണം നൽകുന്നത് ആരാണെന്ന് വ്യക്തമാക്കണം. PR ഏജൻസിക്ക് പിന്നിൽ ജോൺ ബ്രിട്ടാസ് MP ആണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മറ്റന്നാൾ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ PR ഏജൻസികളെ നിശ്ചയിച്ചാൽ അതിന് ആരാണ് പണം കൊടുക്കുന്നത്? ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. PR വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ PR ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിശ്വസിക്കില്ല. കാരണം ഇതുപോലെ കാപട്യക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. തികഞ്ഞ ഹിപ്പോക്രറ്റാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസ്യത കേരളത്തിൽ വട്ടപൂജ്യമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം BJP ശക്തിപ്പെടുത്തുകയാണ്. 4-ാം തീയതി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ബഹുജന മാർച്ച് നടത്താൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് PV അൻവർ MLA. കേരളത്തിൽ എല്ലായിടത്തും മത്സരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അപ്പം ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. വിപിൻ C. വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. വിപിൻ, ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം PV അൻവർ ഉറപ്പിച്ചു. ഇക്കാര്യത്തിൽ അൻവറിന് എന്തോ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നേരത്തെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ആലോചനയുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നൊരു ഘട്ടത്തിൽ പറയുന്നു. ഇതാ ഇന്ന് വീണ്ടും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നതായി കേട്ടിരുന്നു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് അൻവർ എത്തുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, മുഖ്യമന്ത്രിക്കെതിരെയും CPM നേതൃത്വത്തിനെതിരെയും ആരോപണം ഉന്നയിച്ചതു മുതൽ തന്നെ ഉയരുന്ന ഒരു വലിയ രാഷ്ട്രീയ ചോദ്യമായിരുന്നു PV അൻവർ എന്ത് നീക്കമാണ് നടത്തുന്നത്, ഇനി എങ്ങോട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതിൽ UDF-ന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അനുഭാവപൂർവമായ ചില നിലപാടുകളൊക്കെ പുറത്തു വരുന്നത് കണ്ടിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരികയാണ്. PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളത് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നടത്തുന്ന ഈ പൊതുസമ്മേളനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഉണ്ട്, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടിക്ക് അകത്തു നിന്നും CPM-ന്റെ അണികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു പിന്തുണ, മൗനമായിട്ടാണെങ്കിലും ഒരു പിന്തുണയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പല രീതിയിലുള്ള ആളുകൾ തന്നെ സമീപിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് എടുക്കുന്ന നിലപാട്. കാരണം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ തമ്മിൽ ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് അവർക്കെതിരെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടപടികളൊന്നും ഉണ്ടാകാത്തത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പി വി അൻവർ എത്തുന്നത് തൻ്റെ ആശയവും തൻ്റെ നിലപാടുമായി ഒത്തുചേർന്ന് എല്ലാവർക്കും ഒപ്പം ചേരാം എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ജനപങ്കാളിത്തത്തെയൊക്കെ അടിസ്ഥാനമാക്കി അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഈ വളരെ ദൂരമൊന്നും അല്ലാതെ തന്നെ വളരെ അടുത്ത് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണം തന്നെയാണ് മഞ്ചേരിയിൽ ഈ വരുന്ന ഞായറാഴ്ച 1,00,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണ യോഗം അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് 1,00,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ കൂടി പ്രധാനമുള്ളതാണ്. ആദ്യം എടുക്കുന്ന വിഷയം ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പല രീതിയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാണ് കേരളത്തിൽ. വലിയ രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നിലമ്പൂർ മേഖലയിൽ അല്ലെങ്കിൽ ഈ മലബാർ മേഖലയിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി ആ വിഷയങ്ങളായിരിക്കും താൻ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് കൂടി പി വി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അതിൻ്റെ രൂപരേഖ എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖയുണ്ട് എന്നുണ്ടെങ്കിലും അത് കൂടുതൽ ദിവസങ്ങളിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയാമെന്നുള്ളതാണ്. അപ്പോൾ നേതൃത്വത്തിൽ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിലൊക്കെ ഒരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ളതിൽ ഇന്ന് വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നു പി വി അൻവർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയോടും CPIM-നോടും തനിക്കിനി യാതൊരു ബാധ്യതയുമില്ലെന്ന് KT ജലീൽ. ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം പോലും ആഗ്രഹിക്കുന്നില്ല. തന്റെ നിലപാടുകളാകും ഇനി പറയുകയെന്നും ജലീൽ വ്യക്തമാക്കി. പോലും ഇനി ആവണ്ട എൻ്റെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക് വെളിപ്പെടുത്തുക. പി വി അൻവറിൻ്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, KT ജലീൽ പി വി അൻവറിന്റെ വഴിയാണോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ സജീവമായി ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു സർവതന്ത്ര സ്വതന്ത്രനായി നിൽക്കുമെന്നാണോ അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പദ്ധതികളുണ്ടോ? എന്താണ് രാവിലെ KT ജലീൽ സമീറുമായി സംസാരിച്ചപ്പോൾ നൽകിയ സൂചന? വിജയകുമാർ, പി വി അൻവറിന് പിന്നാലെ ഒരു മനസ്സ് തുറന്നുള്ള ഒരു പറച്ചിലിന് തയ്യാറാവുകയാണ് KT ജലീൽ MLA എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരം 4:30 വാർത്താ സമ്മേളനത്തിൽ താൻ ചിലത് തുറന്നു പറയുമെന്നുള്ളതാണ് ജലീൽ വ്യക്തമാക്കുന്നത്. തനിക്ക് ഇനി പദവികൾ വേണ്ട, അധികാരം താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ തനിക്കിനി അത്തരം മോഹങ്ങളില്ല. എന്ത് നിലപാടെടുത്താലും തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നും KT ജലീൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കിനി CPM-നോടോ മുഖ്യമന്ത്രിയോടോ ആരോടും തന്നെ ഒരു കമ്മിറ്റ്മെന്റും തനിക്കിനില്ല. തന്റെ നിലപാടുകൾ ഇനി സ്വന്തമായിരിക്കും എന്നുള്ളതാണ് ജലീൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട അൻവറിന്റെ ആരോപണങ്ങളിൽ ചില അഭിപ്രായങ്ങളോട് തനിക്ക് യോജിപ്പുണ്ടെങ്കിലും ജലീൽ അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ജലീലിന് ചേർത്ത് പിടിക്കുമോ തള്ളി പറയുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. സ്വാഭാവികമായും പോലീസിനെതിരെ നേരത്തെ KT ജലീൽ അടക്കമുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. പോലീസിൽ വർഗീയവാദികൾ ഉണ്ട് എന്നൊക്കെ തന്നെ ഇപ്പോൾ കൃത്യമായി തന്നെ ജലീൽ ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയുള്ള തുറന്ന പറച്ചിലിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അത് വലിയൊരു പ്രതിരോധ അല്ലെങ്കിൽ ഇവരെ പ്രതിരോധത്തിലാക്കുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇന്ന് വൈകുന്നേരം 4:30 കൂടിയാണ് ജലീൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജലീൽ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നാണ് താൻ മാറി നിൽക്കുന്നത് എന്ന് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് എന്ന് KT ജലീൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. വിജയകുമാർ, ഈ സമീർ, KT ജലീലിന് ഈ നിലയിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പി വി അൻവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് അതിനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയിലാണോ KT ജലീലുമെന്ന് തോന്നാവുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ആരോടും ഇനി ബാധ്യത ഉണ്ടാവില്ല, മുഖ്യമന്ത്രിയോടും CPM-നോടും ഒന്നും എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ കാരണമായ എന്തെങ്കിലും സാഹചര്യം പ്രാദേശികമായ ഒക്കെ KT ജലീലിന് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അത്തരം വിവരങ്ങളുണ്ടോ?
വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജലീലിന് നിലവിൽ അത്തരം ഒരു പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരത്തെ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൂടി അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജലീൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് എന്ന് പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിണറായി at 79 എന്നുള്ള ഒരു അധ്യായമുണ്ട്. ഇതിൽ പിണറായിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു അധ്യായം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കാൻ ജലീൽ തുനിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഏതൊക്കെ കാര്യങ്ങളിൽ പി വി അൻവറിന്റെ വിഷയത്തിൽ അനുകൂല സമീപനം സ്വീകരിക്കും, ഏതൊക്കെ വിഷയങ്ങളായിരിക്കും വിയോജിപ്പ് പ്രകടിപ്പിക്കും, ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തുറന്നു പറച്ചിലിന് ജലീൽ തയ്യാറാകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജയകുമാർ. യെസ്, കെ ടി ജലീൽ വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാം, ചോദ്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ മതി എന്ന് രാവിലെ തന്നെ ജലീൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോഴെന്ത് പറയുന്നു കെ ടി ജലീൽ എന്നതിലൊരു രാഷ്ട്രീയ ആകാംക്ഷ കേരളത്തിലുണ്ട്. പി വി അൻവറിന്റെ വഴിയെ തന്നെയാണോ അദ്ദേഹവും എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, വ്യോമാക്രമണത്തിൽ ഇറാന് ശക്തമായ മറുപടി നൽകുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനാണ് മുന്നറിയിപ്പ്. ഇറാനിലുള്ള ഇന്ത്യക്കാർ ടെഹ്റാനിലെ എംബസിയെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്? ഇന്നലെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് ചില മുൻകരുതലുകൾ, ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സമാനമാണോ ഇറാനിലുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിലും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്? ബിജുമാർ, സമാനമായ മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിയും സമാനമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ആ ഒരു മാർഗനിർദ്ദേശം എന്തായാലും ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസി അത് പുറത്തുവിട്ടിരുന്നു. എവിടെയാണോ ഇന്ത്യക്കാർ ഇപ്പോൾ നിലവിലുള്ളത് അവിടെ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തുടരണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, ഇറാന് ഇതിനം തന്നെ ഇസ്രായേൽ ചില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാഗ്രത നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇറാനിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമായി എംബസിയെ ബന്ധപ്പെടണം, അത്തരം നടപടികൾ സ്വീകരിച്ചു വേണം ഇറാനിൽ ഇപ്പോൾ തുടരേണ്ട എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ മോശമാവുകയാണെങ്കിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഡൽഹിയിലുള്ള ഇസ്രായേൽ എംബസിയിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനു മുൻപും ഇസ്രായേൽ എംബസിക്ക് സമീപം ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. 2021-ലും 2023 ഡിസംബറിലും ഇസ്രായേൽ എംബസിക്ക് സമീപം ബോംബ് സ്ഫോടനം അടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള ഇസ്രായേൽ എംബസിക്ക് സമീപം ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം സംബന്ധിച്ച് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അത് പ്രകാരമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. വിജയകുമാർ. ഇതിനൊരു ഇവാക്യുവേഷനിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തുന്നൽ ഉണ്ടോ? ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട തരത്തിൽ ഈ സംഘർഷം, ഈ സാഹചര്യം വഷളാകും എന്ന് വിദേശകാര്യ മന്ത്രാലയം കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്ലാൻ ബി ഉണ്ടാകുമല്ലോ ഉറപ്പായും. ഉറപ്പായും വിജയകുമാർ, അത്തരമൊരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ ബിയിലേക്ക് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം കടക്കും. നിലവിൽ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യക്കാർ സുരക്ഷിതമായി തന്നെ ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിൽ തുടരുന്നുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇല്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു ഒഴിപ്പിക്കൽ എന്ന നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ പോകില്ല. അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കും. അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ എന്തായാലും ഇവാക്യുവേഷൻ എന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എംബസിയുമായി അടിയന്തരമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യക്കാർക്ക് നൽകിയിരിക്കുന്നത്. അതുപ്രകാരമുള്ള മുന്നറിയിപ്പ് എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ ഇനി അഥവാ ഈ എംബസിയുമായി രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യക്കാർ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോകില്ല. സാഹചര്യം സൂക്ഷ്മമായി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരുന്നത്. നിതിൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഭീകരതയ്ക്കെതിരായ നടപടിയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയും സമാധാനത്തിന് വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്, അതുകൊണ്ട് അതിന് മുൻകൈ എടുക്കുമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് പിന്നീട് അക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. സമാനമായ എന്തെങ്കിലും ചർച്ചകൾ നടന്നതായി സൂചനകളോ വിവരങ്ങളോ ഉണ്ടോ? ഔദ്യോഗിക വിവരങ്ങളുണ്ടോ?
ബിജുമാർ, ഇതിനകം തന്നെ അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളിലേക്ക് എന്തായാലും ഇതുവരെ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഒരു വിവരം നൽകിയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും അതാത് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസിയും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇന്ത്യക്കാർ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശത്തിനാണ് ഇപ്പോൾ എന്തായാലും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തായാലും ഇറാനിലെ ഇന്ത്യക്കാരോട് സുരക്ഷിതരായിരിക്കണം എന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടേക്കുള്ള യാത്രയിലൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. എംബസികളുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.